കൂട്ടുകാരെ, നമുക്കിന്നൊരു തക്കാളി ചോറുണ്ടാക്കാം. ടൊമാറ്റോ റൈസ്, നല്ല സ്വാദിഷ്ടമായ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ട കാര്യങ്ങളാണ്: നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവോള, ഒരു പൂണ്ട് വെളുത്തുള്ളി, ഒരു ചുള വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊടികളൊക്കെ ഉണ്ട്, പൊടികളൊക്കെ ഇടുന്ന സമയത്ത് കാണിക്കാം. നമ്മൾ ഇത്രയും സാധനം എടുത്ത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു കുക്കറിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കൂട്ടുകാരെ, നമ്മളൊരു കുക്കറിൻ്റെ അകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് വെച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിടാം. കടുക് പൊട്ടിത്തുടങ്ങി കഴിയുമ്പോൾ നമുക്കിത് ഒരു കറുവപ്പട്ട, 4 ഏലക്ക, ഇത്രയും സാധനം ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട, ഏലക്ക ഇട്ട് കൊടുത്തു. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി, വെളുത്തുള്ളി, സബോള, ഇഞ്ചി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തു. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇടാം. സബോളയും തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടി ഇടുവാണ്. ഇതിലത് നമ്മൾ കുറച്ച് ഗരം മസാലയുടെ പൊടി ഇടും. ഗരം മസാല പൊടി കണ്ടോ. പിന്നെ അതെ ശകല കുരുമുളക് പൊടി, മല്ലിപ്പൊടി. നമ്മൾ കുരുമുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഇത്രയും പൊടികൾ ഇട്ടു. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇളക്കി യോജിപ്പിച്ച ഇതിലേക്ക് നമ്മൾ പൊടികളെല്ലാം യോജിപ്പിച്ചിട്ട് നമ്മൾ അരി ഇട്ട് കൊടുത്തു. നമ്മൾ അരി നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം. നന്നായി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അരി ഇതിൻ്റെ അകത്ത് കിടന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് കിടന്ന് നന്നായിട്ട് ഫ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. നമ്മുടെ റൈസ് ഒരു 4 മിനിറ്റ് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് ഇത് 1.5 ഗ്ലാസ് അരിക്ക് നമ്മൾ ഇതിൻ്റെ അത് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. 1.5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ തിളപ്പിച്ച 3 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ആ 3 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ തിളപ്പിക്കാൻ വെച്ചേക്കുന്നത്. അപ്പം വെള്ളം തിളച്ച് ഈ വെള്ളം നമുക്ക് ഈ കുക്കറിലേക്ക് ഒഴിക്കാം. നമ്മൾ കുക്കറിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഉപ്പില്ലെങ്കിൽ ശകലം ഉപ്പിട്ട് കൊടുക്കണം. ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഉപ്പൊന്നും നോക്കുന്നില്ല. എൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനാണ്. അപ്പം നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ശകലം ഉപ്പുണ്ടോ എന്ന് നോക്കാം. ശകല ഗരം മസാലയുടെ കുറവുണ്ടോ എന്ന് നോക്കാം. മഞ്ഞൾപ്പൊടിയുടെ ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ കേട്ടതിന് ശേഷം ഓഫ് ചെയ്ത് അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കും. അതിൻ്റെ എയറെല്ലാം പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ തക്കാളിച്ചോറ് റെഡിയാണ്. ഇനി നമ്മളിത് അടച്ചു വെക്കാൻ പോവാണ്. തുറന്ന് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം, സെർവ് ചെയ്യുന്നത് കാണിക്കാം. ഏകദേശം അരമണിക്കൂർ മാത്രമേ വെച്ചുള്ളൂ കേട്ടോ. അരമണിക്കൂറിന് ശേഷം ഞാൻ തുറന്നപ്പോൾ നമ്മുടെ റിസൾട്ട് ഇങ്ങനെയാണ്. ഞാൻ നിങ്ങളെ ഒന്ന് ഇളക്കി കാണിക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ലതായിട്ടുണ്ട്. റൈസ് ഒന്നേ തൊടാതെ കടപ്പുണ്ട്, കുഴഞ്ഞിട്ടൊന്നുമില്ല. ഇങ്ങനെയാണ് നമ്മുടെ തക്കാളി റൈസ് ഇരിക്കുന്നത്. ഇതിന് ഇച്ചിരി കളർ കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ മുളക് പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അതായത് കാശ്മീരി ചില്ലിയൊക്കെ ശകലം ഇട്ടിട്ടുള്ളൂ. എരിവിന് വേണ്ടി ഞാൻ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുരുമുളക് പൊടിയുണ്ട്. കാശ്മീരി ഞാൻ ശകലമേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു യെല്ലോയിഷ് കളർ വന്നേക്കുന്നത്. ഇപ്പം തക്കാളിയുടെ ടൊമാറ്റോയുടെ കളർ നല്ല റെഡ് കളർ വരണമെങ്കിൽ നമ്മൾ ശകലം കാശ്മീരി പൊടി ഇടണമായിരുന്നു, കൂടുതൽ തക്കാളി ഇടണമായിരുന്നു. ഞാൻ കൂടുതൽ തക്കാളി ഇട്ടിട്ടില്ല, 1 തക്കാളി ഞാൻ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ഒരു ബിരിയാണി റൈസ് പോലെ യെല്ലോയിഷ് കളർ വന്നേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത വീഡിയോ ആണിത്. വിഷലാണ് കണ്ടോ, ഇങ്ങനെ ഇരിക്കും.
പിന്നെ നമ്മൾ ഇന്നലെ വൈകിട്ടും തക്കാളി റൈസ് ഉണ്ടാക്കിയായിരുന്നു, അത് കുറച്ചുകൂടി ഇരിപ്പുണ്ട്. അതിൻ്റെ ഇതും കാണി. ഉണ്ടാക്കിയ കുറച്ച് തക്കാളി റൈസ് എന്ന് പറഞ്ഞത് ഇന്നലെ കുറച്ചുണ്ടാക്കിയത് അതായി കൂടി ഇരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നില്ല. ഇന്നലെ ഉണ്ടാക്കിയത് നമ്മൾ സെപ്പറേറ്റ് വെച്ചേക്കുന്നു, ഇന്നുണ്ടാക്കിയത് സെപ്പറേറ്റ്. പക്ഷേ ഇന്നലെ ഉണ്ടാക്കിയത് ഒന്നും അഴുക്കായിട്ടൊന്നുമില്ല, നല്ലതായിട്ട് തന്നെ ഇരിപ്പുണ്ട്, ഫ്രഷായിട്ട് തന്നെ. ഇന്നുണ്ടാക്കിയതാണ് ഇത്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സിമ്പിളാണ്, നമുക്ക് അധികം ചേരുവകളൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തക്കാളി റൈസ് ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കിയുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കണ്ട. ഇതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി നല്ല കട്ടത്തൈരിൽ ഉപ്പിട്ടിട്ട് കട്ടത്തൈരൊന്നും എടുത്താൽ മതി. ആ കറി മാത്രം മതി, പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട. പിന്നെ നമ്മുടെ കയ്യിൽ അച്ചാറുണ്ടെങ്കിൽ അതെടുക്കാം. ഇപ്പം നമ്മൾ സാധാ ചോറുണ്ടാക്കുവാണെങ്കിൽ അതിന് നമ്മൾ നമ്മുടെ മലയാളികളുടെ ഇത് വെച്ചുകൊണ്ടൊരു 2 കൂട്ടം കറികളെങ്കിലും 3 കൂട്ടം കറി മാക്സിമം വേണം. നമുക്ക് കറികളൊന്നും വേണ്ട, നമ്മുടെ തൈര് മാത്രം മതി കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റിയാണ്.